ഹായ്, ഇന്ന് നമുക്ക് മുട്ട കൊണ്ടൊരു പുതിയ രീതിയിലെ കറി ഉണ്ടാക്കി നോക്കിയാലോ? അസാധ്യ രുചിയാണ്, ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു രുചിയാണ് ഇതിനെന്ന്. അതിനേക്കായി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുട്ട തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള മുട്ട എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കടുകും മുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിക്കുക. അത് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്കതിലേക്ക് ഒരു 2 സവാള, മീഡിയം സൈസ് 2 സവാള അരിഞ്ഞത് ചേർത്ത് അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ട് വഴറ്റി അത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് അത് വഴന്ന് വരുന്ന സമയത്തേക്ക് ഒരു 2 പച്ചമുളക്, എനിക്കിവിടെ എരി കുറച്ചാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 2 പച്ചമുളകേ ഇട്ടുള്ളൂ. 2 പച്ചമുളകും കൂടെ അതിലേക്ക് അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് മിക്സാക്കി അതൊന്ന് അടച്ചു വെച്ചെടുത്ത് സവാള നന്നായിട്ട് വഴന്ന് വന്ന സമയം 2 തക്കാളി, വലുതായ 2 മതി, ചെറുതാണെങ്കിൽ ഒരു 3 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് തക്കാളിയും സവാളയായിട്ട് ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാം. മസാലയായിട്ട് ഞാൻ ചേർത്തത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവാപ്പൊടിയും അല്പം ഗരം മസാല പൊടിയുമാണ് ചേർത്തത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഈ മസാലയുടെ പച്ചമണം മാറ്റിയെടുക്കുക. മാറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനാവശ്യമായ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കണം. മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. കാരണം അത് കറി വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ആ വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് വേറൊരു പാത്രം എടുത്ത് നമുക്ക് ആവശ്യമുള്ള മുട്ട, എനിക്ക് 3 മുട്ടയുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ 3 മുട്ട ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. എന്നിട്ട് അതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് ഈ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കുക. നന്നായിട്ട് തന്നെ മിക്സാക്കണം, കാരണം മഞ്ഞൾപ്പൊടി അവിടെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അതില്ലാതെ വരാൻ നന്നായിട്ട് അടിച്ച് മിക്സാക്കി എടുത്തിട്ട് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി എടുത്ത് വെക്കുക. ഉണ്ണിയപ്പച്ചട്ടി ചൂടാകുമ്പോൾ അതിൻ്റെ കുഴിയിൽ ഏതെങ്കിലും ഒരു കുഴിയിൽ അല്പം എണ്ണ ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ എല്ലാ കുഴിയിലും ഒഴിച്ച് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എണ്ണയൊന്നങ്ങ് തേച്ച് പിടിപ്പിക്കുക. എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പോലെ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഈ ചട്ടിയുടെ കുഴികളിലേക്ക് കുറേശ്ശെ കോരി ഒഴിക്കുക. അത് നന്നായിട്ട് നിറയേണ്ട, 3/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി. അങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഒരടപ്പ് വെച്ചങ്ങ് അടച്ചു വയ്ക്കുക. അടച്ചു വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് അടിഭാഗം വെന്ത് വരും. ഉൾവശം വേവാൻ ഇച്ചിരി കൂടെ സമയമെടുക്കും. അതിന് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ മുട്ട കുറച്ച് പുറത്തേക്കൊക്കെ വരും. അതൊന്നും സാരമില്ല, അത് മറിച്ചിട്ട് റെഡിയാകുമ്പോൾ മുട്ട എല്ലാം കൂടെ ഒന്നിച്ച് റെഡിയായി വന്നോളും. ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അത് അത്രയും എണ്ണയൊന്നും വേണ്ട. എണ്ണ ഇതിൻ്റെ കുഴികളിൽ ഒന്ന് തേച്ചാൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ഉള്ളിയും കറിവേപ്പിലയും ഉപ്പും എല്ലാം ചേർന്നാണ് വരുന്നത്. എരിവ് നമ്മളുടെ കറിയിലുള്ളത് കൊണ്ടാണ് മുട്ടയിൽ സെപ്പറേറ്റ് പച്ചമുളക് ഇടാത്തത്. അങ്ങനെ ഇട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് കഴിക്കുമ്പോൾ മുളക് കടിക്കുമ്പോൾ എരിവ് കൂടും. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള മുട്ട ഇതുപോലെ തന്നെ വറുത്ത് കോരി ഇതുപോലെ എടുത്തിട്ട് അപ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും. ആ കറി ഒന്നുകൂടെ ഇളക്കിയിട്ട് നമ്മൾ വറുത്ത് കോരിയെടുത്ത മുട്ടയിൽ നിന്ന് ആവശ്യമുള്ള പീസുകൾ ഇതിലേക്ക് ഇടുക. മൊത്തവും പീസാണ് ഇടേണ്ടത്. ഞാനിവിടെ കുറച്ച് മാറ്റി, ഒരു 4-5 പീസ് മാറ്റി. എന്താണെന്ന് വെച്ചാൽ മുട്ട കഴിക്കാത്ത എൻ്റെ മോൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് കഴിക്കാനായിട്ട് കറിയിലിടാതെയും കൊടുത്തു. കറിയും മോൻ കഴിച്ചു, ഭയങ്കര ടേസ്റ്റി ആയിട്ട്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. കഴിക്കാത്ത കുട്ടികൾ വരെ ഇത് ചെയ്യുന്ന കാണുമ്പോൾ കഴിക്കും. നിങ്ങളിങ്ങനെ ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. ചെയ്തു നോക്കൂ.